നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കട്ടപ്പനയിൽ നിന്നും മാത്രം തട്ടിയെടുത്തത് 7 കോടിയിലേറെ തുക. ആദ്യഘട്ടത്തിൽ വിശ്വാസ്യത നേടിയെടുത്ത് പിന്നീടാണ് തട്ടിപ്പിന്റെ കെണിയൊരുക്കിയത്. ഇത്രയേറെ സ്ത്രീകൾ ഒന്നിച്ച് സാമ്പത്തികമായി വഞ്ചിക്കപ്പെട്ട കേസ് ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. CSR ഫണ്ട് ലഭിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചും പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും മറ്റ് ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്തും നടത്തിയ തട്ടിപ്പിൽ ജില്ലയിലെ സ്റ്റേഷനുകളിൽ പരാതി പ്രളയമാണ്. കട്ടപ്പനയിൽ 50-ലേറെ പേർ പരാതി നൽകി കഴിഞ്ഞു. ഇതിൽ വ്യക്തിഗത പരാതികളും മാസ് പെറ്റീഷനുകളും ഉൾപ്പെടുന്നു. നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. കട്ടപ്പനയിലും പരിസരങ്ങളിലുമായി ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത തുക 7 കോടിയിലേറെ വരും. വണ്ടമേട് സ്റ്റേഷനിൽ ഇതുവരെ 19 പേർ പരാതി നൽകി. ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ജില്ലയിൽ നിന്ന് 36 കോടിയിലേറെ രൂപയാണ് ബ്ലോക്ക് തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴി പിരിച്ചെടുത്തത്. തട്ടിപ്പ് കേസിൽ നാഷണൽ NGO കോൺഫറേഷൻ കോർഡിനേറ്ററും സെക്രട്ടറിയുമായ തൊടുപുഴ കുടയത്തൂർ ചൂരക്കുളങ്ങര അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ നിർദ്ദേശിച്ച അക്കൗണ്ടുകളിലാണ് പണം നിക്ഷേപിച്ചതെന്നാണ് സീഡ് സൊസൈറ്റി ഭാരവാഹികൾ പറയുന്നത്. സ്കൂട്ടർ, മൊബൈൽ ഫോൺ, തയ്യൽ മെഷീൻ, കാർഷികോപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, സ്കൂൾ കിറ്റ്, ഭക്ഷ്യക്കിറ്റ്, ജൈവവളം, കോഴിക്കൂട്, ബയോബിൻ, ഫലവൃക്ഷ തൈകൾ, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ടാങ്ക് എന്നിവയും തയ്യൽ പരിശീലനവും വാഗ്ദാനം ചെയ്താണ് ആളുകളിൽ നിന്ന് പണം വാങ്ങിയത്. അനന്തു കൃഷ്ണനും കോൺഫറേഷൻ ചെയർമാൻ KN അനന്തകുമാറും ചേർന്നാണ് ആദ്യഘട്ടത്തിൽ ഉപകരണ വിതരണവും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചത്. കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണന്റെ പാതിവില പദ്ധതിയിൽ വളം മുതൽ ഇരുചക്ര വാഹനം വരെയുണ്ട്. 2019 ഇടുക്കിയിൽ പാതിവിലയ്ക്ക് ഏലം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും വളങ്ങളും നൽകിയാണ് പദ്ധതിയുടെ പരീക്ഷണ തുടക്കം. ശേഷിക്കുന്ന പണം കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹിക സുരക്ഷാ നിധിയാണെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. അക്കാലം മുതൽ പ്രശ്നങ്ങളുമുണ്ട്. പണം കടം വാങ്ങി വഞ്ചിച്ചെന്ന കേസും തേയില വ്യാപാരത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും ഉയരുന്നത് ഇതേ കാലത്താണ്. ഇടുക്കി കുടയത്തൂർ കോളപ്ര കേന്ദ്രമായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ NGO രൂപീകരിച്ചായിരുന്നു അനന്തുവിന്റെ തുടക്കം. ഇടുക്കിയിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രവർത്തനം 2012-2013 കാലഘട്ടത്തിൽ സീഡ് എന്ന പേരിൽ പ്രാദേശിക സൊസൈറ്റികൾ രൂപവൽക്കരിച്ച് തൊടുപുഴയിലേക്കും മൂവാറ്റുപുഴയിലേക്കും വ്യാപിച്ചു. പിന്നാലെ കോട്ടയം കടന്ന് പാറശാല വരെ എത്തി. 2024 ആയപ്പോഴേക്കും കേരളം ഒട്ടാകെയായി. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ എന്ന മേൽവിലാസവും അനന്തു സമൃദ്ധമായി പ്രയോജനപ്പെടുത്തി. 2022 മുതൽ തയ്യൽ മെഷീൻ, ഹോം അപ്ലയൻസസ്, വാട്ടർ ടാങ്ക്, ലാപ്ടോപ്പ്, സ്കൂട്ടർ, വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയവ പാതിവിലയ്ക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പണപ്പിരിവ്. 40,000, 51,000, 60,000 എന്നീ 3 വിലകളിലുള്ള ലാപ്ടോപ്പ് അതിന്റെ പാതിവിലയ്ക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. കുറച്ചു പേർക്ക് നൽകുകയും ചെയ്തു. 1,20,000 രൂപയുടെ സ്കൂട്ടർ 60,000 രൂപയ്ക്കെന്ന് പ്രഖ്യാപിച്ചാണ് വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയത്. 2024 3,500 രൂപയുടെ ഓണക്കിറ്റ് 1,750 രൂപയ്ക്ക് നൽകിയും പ്രചാരണം നടത്തി. പണമടച്ചവർക്ക് കിട്ടാതെ വന്നപ്പോൾ സീഡ് പ്രൊമോട്ടർമാർ സ്വന്തം നിലയിൽ കിറ്റ് വാങ്ങിക്കൊടുത്തതായും പറയുന്നുണ്ട്. സാധാരണ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഉന്നമനം എന്ന പേരിലാണ് പാതിവില പദ്ധതിക്ക് ആദ്യഘട്ടം പ്രചാരണം കൊടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന മട്ടിലും പ്രചാരണമുണ്ടായി. നാഷണൽ NGO ഫെഡറേഷൻ എന്ന പേരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഉപയോഗിച്ചു. CSR പണം എന്താണെന്ന് പോലും അറിയാത്ത സാധാരണക്കാർ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് വന്നപ്പോൾ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ പകുതി പണം നൽകുമെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. പരിചയക്കാരെ സംഘാടകരായി കണ്ടതോടെ സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും ചിട്ടിപിടിച്ചും പലരും പണം കൊടുത്തു. വിവിധ സഹകരണ സംഘങ്ങളുമായും സംഘടനകളുമായും സഹകരിച്ചതോടെ പദ്ധതി കൂടുതൽ ജനകീയമായി. സംസ്ഥാനത്തൊട്ടാകെ 64 സീഡ് സൊസൈറ്റികളുണ്ട്. കുറച്ചു പേർക്ക് ജനപ്രതിനിധികളെ കൊണ്ട് വാഹനങ്ങളും സാധനങ്ങളും നൽകി അതിൻ്റെ ചിത്രവും വീഡിയോവും പ്രചരിപ്പിച്ചതോടെ വിശ്വാസ്യത വർദ്ധിച്ചു. പകുതി പണം കൊടുക്കുന്ന ആർക്കും സ്ത്രീകളുടെ പേരിൽ സ്കൂട്ടർ കിട്ടുമെന്നായി. അനന്തു കൃഷ്ണന്റെ പാതിവില തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് പറയുന്നത് കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയധികം സ്ത്രീകൾ ഒന്നിച്ച് സാമ്പത്തികമായി വഞ്ചിക്കപ്പെട്ട കേസ് ഉണ്ടായിട്ടില്ല എന്നാണ്. സ്ത്രീകളാണ് തട്ടിപ്പിൽ കുടുങ്ങിയവരിൽ ഏറെയും. അനന്തു കൃഷ്ണനെതിരെ പരാതി പ്രളയം തുടരുകയാണ്. നന്ദി, നമസ്കാരം.